ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടർക്കിനെ കുറിച്ചാണ്. ടർക്കി എന്ന് പറയുന്നത് ഒരു റിച്ച് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഓഫർ ചെയ്യുന്ന ഒരു വൈഡ് കൺട്രിയാണ്. അതുപോലെ തന്നെ മോസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ കൺട്രി കൂടിയാണ് ടർക്കി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അൻകാരയാണ്. അവരുടെ കോണ്ടിനെൻറ്റ് വരുന്നത് യൂറോപ്യൻ ഏഷ്യ ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ടർക്കിഷ് ആണ്. ആൻഡ് കറൻസി ടർക്കിഷ് ലിറയാണ്. മോസ്റ്റ് പോപ്പുലേഷൻ 99% മുസ്ലിമാണ് വരുന്നത്. പിന്നെ അവരുടെ ഒരു ഫേമസ് അട്രാക്ഷൻ ആണ് ഹഗിയ സോഫിയ എന്ന് പറയുന്നത്. ഇസ്താൻബുൾ സിറ്റിയിലാണ് ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഫേമസ് ആയിട്ടുള്ള സ്റ്റണ്ണിങ് ആർക്കിടെക്ചറൽ ആൻഡ് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചർ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹഗിയ സോഫിയ എന്ന് പറയുന്നത്. അതൊരു ചേർച്ച് ആൻഡ് മൊസ്ക്യൂ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഹഗിയ സോഫിയ. പിന്നെ അവരുടെ ഒരു ഫേമസ് ആണ് ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. അവർ ഇസ്താൻബുളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്കാണ് ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ഫേമസ് ആവാൻ കാരണം തന്നെ അവരുടെ ബ്ലൂ ടൈൽസ് ആൻഡ് ഇംപ്രസീവ് ഓട്ടോമാൻ ആർക്കിടെക്ചർ ആണ് ഇതിനെ ഫേമസ് ആക്കാൻ കാരണം തന്നെ. അവരുടെ ഒരു കൾച്ചർ ഹിസ്റ്ററിയൊക്കെ നമുക്ക് വേണ്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. പിന്നെയാണ് അവരുടെ ഫേമസ് ടോപ്കാപ്പി പാലസ്. ടോപ്കാപ്പി പാലസ് എന്ന് പറയുന്നത് ഇസ്താൻബുളിൻ്റെ അതുപോലെ തന്നെ സെയിം നമുക്ക് കൾച്ചർ മനസ്സിലാക്കാൻ പറ്റും. അതൊരു മ്യൂസിയം ആണ്. ആളുകൾ കൂടുതലായിട്ട് വരുന്നത് തന്നെ അത് കാണാൻ വേണ്ടിയിട്ടാണ്. വിസിറ്റേഴ്സിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ ട്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് കപ്പഡോക്യ. കപ്പഡോക്യ എന്ന് പറയുമ്പോൾ തന്നെ ആളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് അവിടുത്തെ ഹോട്ട് എയർ ബലൂൺ റൈഡ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കപ്പഡോക്യ സിറ്റീനെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വേറെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഫെയറി ചിമ്നീസ് എന്ന് പറയുന്ന കേവ് ഹോട്ടൽസ് ഒക്കെ അതിന് കപ്പഡോക്യ സിറ്റീനെ ഫേമസ് ആക്കുന്ന ഒന്ന് തന്നെയാണ്. ഹോട്ട് എയർ ബലൂൺസ് റൈഡിന് വേണ്ടി ആൾക്കാർ കൂടുതൽ വരുന്നത് സൺറൈസ് ടൈമാണ്. നമുക്ക് ഹോട്ട് എയർ ബലൂൺസിന് പറ്റിയ സമയം, അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ്. പിന്നെ വരുന്നതാണ് അവരുടെ പാമുക്കല എന്ന് പറയുന്നത്. പാമുക്കല ഫേമസ് ആവാൻ കാരണം അവരുടെ ഒരു ടെറസാണ്, വൈറ്റ് ടെറസ് വരുന്ന. അവിടെ തെർമൽ വാട്ടേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതാണ് പാമുക്കലേനെ മറ്റുള്ള സിറ്റിയിൽ നിന്ന് അട്രാക്ട് ചെയ്യുന്നത്. ആളുകൾ കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സിറ്റി കൂടിയാണ്. ഇസ്താൻബുൾ ആൻഡ് കപ്പഡോക്യ പോലത്തെ ഒരു സിറ്റിയും കൂടിയാണ് പാമുക്കല എന്ന് പറയുന്നത്. പിന്നെ വരുന്ന അന്താലയാണ്. അന്താലയ എന്ന് പറയുന്ന ടർക്കിഷിൻ്റെ ഒരു ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ കൂടുതൽ ബീച്ചസ്, അതുപോലെ തന്നെ അവരുടെ ഓൾഡ് ടൗൺസ്, മെഡിറ്ററേനിയൻ സീ ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടി പറ്റും. മൗണ്ടെയിൻസ് ഇങ്ങനെയുള്ള കൂടുതൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് അന്താലയ എന്ന് പറയുന്നത്. അതെല്ലാം നമുക്കൊരു മിക്സ്ചർ ആയിട്ട് കിട്ടുന്ന അഡ്വഞ്ചർ ആയിക്കോട്ടെ, നേച്ചർ സൈഡ് ആയിക്കോട്ടെ, എല്ലാം കൂടുതൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റിയാണ് അന്താലയ എന്ന് പറയുന്നത്. കൾച്ചർ ആയാലും നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, അതുപോലെ തന്നെ നൈറ്റ് ലൈഫും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി കൂടിയാണ് അന്താലയ. പിന്നെ കൂടുതലും ടർക്കിയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് അവരുടെ മോഡേൺ ആൻഡ് യുണീക്ക് എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് അവരുടെ ഗ്രാൻഡ് ബസാർ ആൻഡ് സ്പൈസ് ബസാർ എന്ന് പറയുന്നത്. അത് രണ്ട് ഇസ്താൻബുളിലാണ് ഉള്ളത്. അത് അവരുടെ ഒരു ഓൾഡ് ആൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ആണ്. ആളുകൾ കൂടുതലും ഇസ്താൻബുളിൽ പോകുമ്പോൾ ബ്ലൂ മോസ്ക് ആൻഡ് ഹഗിയ സോഫിയ പോലെ പോകുന്ന വേറെ രണ്ട് സ്ഥലമാണ് ഈ ഗ്രാൻഡ് ബസാർ ആൻഡ് സ്പൈസ് ബസാർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കൂടുതലായിട്ടും ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് പോലെ തന്നെ ടേസ്റ്റിംഗ്, നമുക്ക് ടർക്കിഷ് ഡിലൈറ്റ്സ് ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അവരുടെ ടൈം വരുന്നത് പറഞ്ഞാൽ മൺഡേ ആൻഡ് സാറ്റർഡേ 9 AM to 10 PM ആണ് ടൈം വരുന്നത്. പക്ഷേ സൺഡേ അവർ 10:30 to 6 ആണ് ടൈമിങ് വരുന്നത്. ആ സമയത്താണ് ആളുകൾ കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത്. സീസൺ ടൈം പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റ്സ് ആണിത്. പിന്നെ ഫേമസ് ആക്കുന്ന ഒന്നാണ് ബോസ്ഫറസ് ക്രൂസ് എന്ന് പറയുന്നത്. അതും സെയിം ഇസ്താൻബുളിൽ തന്നെയാണ്. അതൊരു സീനിക് ബോട്ട് റൈഡാണ് ബിറ്റ്വീൻ യൂറോപ്യൻ ഏഷ്യയിലുള്ള ആളുകൾ കൂടുതൽ ഇസ്താൻബുളിൽ പോകുമ്പോൾ ഈ ഒരു ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് അവരുടെ കൾച്ചർ, യൂറോപ്യൻ ഏഷ്യ കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു അടിപൊളി റൈഡ് തന്നെയായിരിക്കും അത്. പിന്നെ വരുന്നത് യൂറോപ്യൻ ഏഷ്യ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു റൈഡാണത്. പിന്നെ അവർ ഫേമസ് ആക്കുന്ന ടർക്കിഷ് ഹമ്മാംസ് എന്ന് പറയുന്നത് അതൊരു ട്രഡീഷണൽ ടർക്കിഷ് ബാത്താണ്. അതൊരു നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബാത്താണ് ടർക്കിഷ് ബാത്ത് എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു ഹിസ്റ്ററി, അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാത്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വരുവാണെങ്കിൽ ടർക്കിയിലെ ഫേമസ് ഫുഡാണ്. ഫുഡിന് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ടർക്കി എന്ന് പറയുന്നത്. അവരുടെ ടർക്കിഷ് ഡിലൈറ്റ്, അതുപോലെ തന്നെ ബക്ലാവ, സ്വീറ്റിന് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു കൺട്രി കൂടിയാണ് ടർക്കി എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ടർക്കിഷ് കോഫി, കബാബ്സ്, അവരുടെ ഡ്രിങ്ക്സ് എല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടർക്കിയിൽ. ആളുകൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ടർക്കിയിൽ പോകുന്നതുകൊണ്ട്.
പിന്നെ വരുന്നത് ടർക്കിയിലെ വിസയാണ്. ടർക്കി വിസ എന്ന് പറയുന്നത് സ്റ്റിക്കർ വിസയാണ്. അതിന് മെയിനായിട്ട് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം, അത് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് VFSലൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, നമ്മുടെ ഹോട്ടൽ ബുക്കിങ്സ്, നമ്മുടെ ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് ട്രാവൽ ഐറ്റിനറി, അതുപോലെ ഇൻഷുറൻസ്, പിന്നെ ഒരു 3 to 6 months നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം ടാക്സ് റിട്ടേൺസ്, ഇത് കംപ്ലീറ്റ് സാലറി സ്ലിപ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടർക്കി വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ടർക്കിയുടെ വിസയെക്കുറിച്ച്. ടർക്കി മറ്റുള്ള കൺട്രിയിൽ നിന്ന് അട്രാക്ട് ചെയ്യുന്ന അവരുടെ ഫേമസ് ടർക്കിഷ് ഫുഡ് ആൻഡ് അവരുടെ ഹോട്ട് എയർ ബലൂൺ റൈഡ്സ് ആണ്. ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ഫേമസ് ആക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി ഫോളോ വെസ്റ്റ്ബെൽ ഹോളിഡേയ്സ്.